വിവാഹം എന്നാൽ ഒരു പുരുഷനും സ്ത്രീയും തമ്മിലുള്ള നിയമപരവും സാമൂഹികവുമായ ബന്ധമാണ്. എന്നാൽ പലപ്പോഴും വിവാഹം ചെന്നെത്തുന്നത് പെൺകുട്ടികളുടെ ആത്മഹത്യയിലേക്കാണ്. ഓരോ പെൺകുട്ടിയും വിവാഹ ജീവിതത്തിലോട്ട് കടക്കുന്നത് വളരെ സന്തോഷവും സമാധാനമൊക്കെയുള്ള നല്ലൊരു ജീവിതം വേണം, അല്ലെങ്കിൽ അത് കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് അല്ലേ. നല്ലൊരു ഭർത്താവ്, നല്ല വീട്ടുകാർ, അതിനേക്കാൾ ഉപരി നല്ല മക്കൾ, അങ്ങനെ ഒരുപാട് സ്വപ്നങ്ങളുണ്ട് ഒരു വിവാഹത്തിൻ്റെ പിന്നിൽ. അപ്പം നമ്മൾ കല്യാണം കഴിച്ച് ഒരു വീട്ടിലോട്ട് ചെല്ലുമ്പോൾ പൊരുത്തക്കേടുകൾ ഉണ്ടാവാം, അഡ്ജസ്റ്റ്മെൻറ്റുകൾ ഉണ്ടാവാം. നമ്മൾ കുറേയൊക്കെ അഡ്ജസ്റ്റ് ചെയ്തും സ്നേഹിച്ചും മനസ്സിലാക്കിയും പ്രശ്നങ്ങൾ പരിഹരിച്ചൊക്കെ മുന്നോട്ട് പോകും ഒരു വിവാഹ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ. അപ്പോൾ ഈ അടുത്ത് ഞാൻ കേട്ടതിൽ എനിക്ക് വിഷമം തോന്നി, അതോടൊപ്പം തന്നെ ഒരുപാട് ചോദ്യത്തിൻ്റെ ശരമുനകളും എൻ്റെ മുമ്പിലുണ്ടായിരുന്നു. അടുത്തിടെ മരിച്ച ഗ്രീമയും അമ്മയും. അപ്പം ഗ്രീമയ്ക്ക് അങ്ങനൊരു പ്രശ്നം ഉണ്ടായി എന്ന് പറയുമ്പം അത് എന്തുമാവട്ടെ കാരണം, കുറച്ച് ഇന്നോ ഇന്നലെയോ നാളെയോ മറ്റന്നാളോ എന്നുള്ളത് കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞിട്ടും അവർ ജീവിക്കുന്ന സിറ്റുവേഷൻ അവർക്ക് സന്തോഷവും സമാധാനവും തരുന്നില്ല എന്ന് കാണുമ്പം കൂടെയുള്ളവർ നമുക്ക് തെറ്റും കുറ്റങ്ങളും കുറവുകളൊക്കെ വരുമ്പം അതിനെ പരിഹരിച്ച് അതിന് നല്ലൊരു സൊല്യൂഷൻ കണ്ടെത്തി നമ്മൾ മുന്നോട്ട് നയിക്കേണ്ടത് നമ്മുടെ മാതാപിതാക്കളും കുടുംബാംഗങ്ങളാണ്. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം വന്നപ്പം എന്തുകൊണ്ടാണോ, ആരും പറഞ്ഞില്ലേ, അനുസരിച്ചില്ലേ, എന്താണെന്ന് എനിക്കറിയില്ല. അപ്പം ഞാൻ ഇനി കല്യാണം കഴിച്ച് ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ അതിജീവിക്കുന്നവരോട് ഞാൻ പറയുകയാണ്, നിങ്ങൾക്ക് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങൾ അത് ഉപേക്ഷിച്ച് നമുക്ക് പരിഗണനയും ഒന്നും കിട്ടാത്ത ഒരു സ്ഥലത്ത് കടിച്ചു നിന്ന് നമ്മുടെ ജീവിതം നശിപ്പിക്കരുത്. പിന്നെ കുറേ പേരുണ്ട് മക്കളെ ഓർത്തിട്ട് അല്ലെങ്കിൽ വീട്ടുകാരെ ഓർത്തിട്ട് തിരിച്ച് കയറി ചെല്ലാൻ ഇടയില്ലാത്തത് കൊണ്ട് മാത്രം ഭർത്താവിൻ്റെ കുറ്റങ്ങളും കുറവുകളും അല്ലെങ്കിൽ ഭർത്താവിൻ്റെ വീട്ടുകാരുടെ മോശം സംസ്കാര രീതികളും ഒക്കെ ഉൾക്കൊണ്ടും നമുക്ക് മുന്നോട്ട് പോകാൻ വേറെ വഴിയൊന്നുമില്ലാതെ പിടിച്ചു നിൽക്കുന്ന സ്ത്രീകളുണ്ട്. പക്ഷേ അവർക്ക് അവിടെയൊക്കെ നിൽക്കുന്നുണ്ടെങ്കിൽ അവർക്കത് അഡ്ജസ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ തരണം ചെയ്തിട്ട് അതവർ നെവർ മൈൻഡ് ചെയ്തിട്ട് മുന്നോട്ട് പോകുന്ന ആൾക്കാരുണ്ട്. പക്ഷെ അവരാരും ആത്മഹത്യ ചെയ്യുന്നില്ല. നമ്മൾ എത്രയോ വിലപ്പെട്ട ജീവനാണ് നമ്മുടെ. അപ്പോൾ ആ ഒരു ജീവൻ എന്തിൻ്റെയെങ്കിലും പേരിൽ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാരണങ്ങൾക്ക് വേണ്ടിയിട്ട് നശിപ്പിച്ച് കളയുന്നത് വിഡ്ഢിത്തം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇപ്പം ഗ്രീമ തന്നെ 200 പവനൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ. ഈ 200 പവൻ ഇന്നത്തെ മാർക്കറ്റ് വില അനുസരിച്ച് നോക്കുകയാണെങ്കിൽ 2 കോടിക്ക് മുകളിലുണ്ട്. പോട്ടെ 2 കോടി. ഈ 2 കോടി രൂപ കൊണ്ട് നമുക്ക് സ്വന്തമായിട്ട് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാനുള്ള അവസരങ്ങൾ നമുക്ക് ചുറ്റും ഈ സോഷ്യൽ മീഡിയ തുറന്നാലൊക്കെ നമ്മൾ കാണുന്ന ഓരോ ദിവസമല്ലേ എന്തെല്ലാം ബിസിനസ് ഒക്കെ കാണുന്നുണ്ട്. നമുക്ക് ഒറ്റയ്ക്ക് ആരും ഇല്ലെങ്കിലും ഒറ്റയ്ക്കാണെങ്കിലും അത് ധൈര്യത്തോടെ മുന്നോട്ട് ജീവിക്കാൻ നമുക്ക് പറ്റണം. നമ്മുടെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് അതിനുവേണ്ടി ഉപയോഗിക്കേണ്ട ഒരു സാധനമാണ്. പണ്ടുള്ള കാലഘട്ടത്തിലെ സ്ത്രീകളുടെ അവസ്ഥയൊന്നും ഇന്നത്തെ പെൺകുട്ടികൾക്കൊന്നുമില്ല. ആവശ്യത്തിന് വിവരവും വിദ്യാഭ്യാസമൊക്കെ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ചില ആൾക്കാർക്ക് വിദ്യാഭ്യാസമുണ്ട്, വിവരത്തിൻ്റെ കുറവും തെറ്റായ രീതിയിൽ പോകുന്ന പെൺകുട്ടികളൊക്കെ ഉണ്ട്. ഇതൊന്നും ഞാൻ പറയുന്നില്ല. എല്ലാ വിഭാഗത്തിലും ആണായാലും പെണ്ണായാലും നല്ലവരും ചീത്ത ആൾക്കാരൊക്കെ ഉണ്ട്. ചിലപ്പം ഭാര്യ നല്ലതാണെങ്കിൽ ഭർത്താവ് ശരിയുണ്ടാവില്ല, അല്ലെങ്കിൽ ഭർത്താവ് ശരിയുണ്ടായാൽ ഭാര്യ ശരിയുണ്ടാവില്ല, അങ്ങനെയൊക്കെയുണ്ട്. അപ്പം ഇനിയുള്ള കുട്ടികളൊക്കെ കല്യാണമൊക്കെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്ന് തോന്നുകയാണെങ്കിലും നിങ്ങളതിന് എന്താ പറയുക, പ്രായോഗികമായി തയ്യാറെടുത്തതിന് ശേഷം മാത്രം കല്യാണം കഴിക്കുക. സിനിമയിൽ കാണുന്നത് പോലെ അത്ര സുന്ദരമൊന്നുമല്ല ജീവിതം. എന്നാൽ അതൊരു എന്താ പറയുക, നമ്മളത് വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്ത് കഴിഞ്ഞാൽ ഇത്രയും മനോഹരമായ ഒന്നില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ഞാൻ ശരിക്കും പറഞ്ഞാൽ കല്യാണമൊക്കെ കഴിക്കണം, എനിക്ക് ചെറിയ കുട്ടിയായിട്ടിരിക്കുമ്പോഴേ തന്നെ കല്യാണം കഴിക്കണം, കുട്ടികളൊക്കെ വേണം, അങ്ങനെ നല്ല സന്തോഷത്തോടെ ജീവിക്കണം, നല്ല കുടുംബക്കാരൊക്കെ വേണം, അങ്ങോട്ടും ഇങ്ങോട്ടും 2 കുടുംബങ്ങളും കൂടെ ചേരുന്നതാണ് ഒരു കല്യാണം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ വേണമെന്ന് ആഗ്രഹിച്ച് ജീവിച്ച ഒരാളാണ് ഞാൻ. പക്ഷേ ലൈഫിൽ സങ്കടങ്ങളും വിഷമങ്ങളും ദുരിതങ്ങളും ദുഃഖങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഒരു രീതിയിൽ തരണം ചെയ്ത് മുന്നോട്ട് പോകുന്നുണ്ട്. പക്ഷേ ഇതുപോലത്തെ ഒരു അവസ്ഥ എൻ്റെ ലൈഫിൽ ഉണ്ടാകുന്നെങ്കിൽ ഞാൻ ഇതിനെപ്പറ്റി മുന്നോട്ടുള്ള ഒന്നിനെപ്പറ്റി ഞാൻ ആലോചിക്കില്ല. മരിക്കാനൊന്നും ഞാൻ പോവില്ല. നിങ്ങൾക്ക് എന്നെ വേണ്ടേ, നിങ്ങൾക്ക് താല്പര്യമില്ലേ, പറഞ്ഞു നോക്കും, കുറച്ച് ടൈം കൊടുത്ത് നോക്കും, സംസാരിച്ചു നോക്കും, അല്ലെ വേണ്ടപ്പെട്ട ആൾക്കാരോട് സംസാരിക്കും. എനിക്കൊരു പ്രശ്നം ഉണ്ടായാൽ എല്ലാവരുടെ അഭിപ്രായങ്ങളൊക്കെ ഞാൻ കേൾക്കും. പക്ഷേ എനിക്ക് എൻ്റെതായ ഒരു ശരിയുണ്ട്. എനിക്ക് നല്ല ലോകത്തിലുള്ള എല്ലാ പെൺകുട്ടികളും അങ്ങനെ ആയിരിക്കണം. നമുക്ക് നമ്മുടേതായ ഒരു ശരി ഉണ്ടായിരിക്കണം. അപ്പം നമ്മളുടെ സ്വന്തം കാലിൽ ചിലപ്പം നമുക്ക് തിരിച്ച് ഇങ്ങനൊരു പ്രശ്നം വന്നതിനും തിരിച്ച് ചെല്ലാൻ ഒരു ഇടം ഉണ്ടാവില്ല. എല്ലാ മാതാപിതാക്കളും വലിയ വീടൊക്കെ വെച്ചിട്ടും അതിലൊരു മുറി കെട്ടിച്ചു വിട്ട മക്കൾക്കായിട്ടൊന്നും കരുതി വെക്കാറുണ്ടോ എന്ന് എനിക്കറിയില്ല. ചില വീട്ടിലുണ്ടാവും. എന്ത് പ്രശ്നം വന്നാലും നീ എൻ്റെ അടുത്തോട്ട് ഓടിപ്പോരെ എന്ന് പറയുന്ന പേരൻസ് നമുക്കുണ്ട്. അതേപോലെ തന്നെ നമ്മളുടെ കുടുംബത്തിലുള്ള മറ്റുള്ള അംഗങ്ങളുണ്ടാവും.
മോളെ നിനക്ക് ഞാനിങ്ങനെ ഒരു പ്രശ്നം കേട്ടില്ല, എന്താ നിനക്ക് ശരിയാവുന്നില്ലേ, അത് വേണ്ടെന്ന് വെച്ചോ, അല്ലെങ്കിൽ ഡിവോഴ്സിനെ പറ്റി ആലോചിക്കും, നീ ചെറുപ്പമാണ്, നിനക്ക് ഇനി കല്യാണം കഴിക്കാം, അല്ലെങ്കിൽ നിനക്കിനി പഠിക്കണമെങ്കിൽ പഠിക്കാം, നിൻ്റെ മനസ്സിനെ ഡൈവേർട്ട് ചെയ്യുന്ന മറ്റുള്ള പല കാര്യങ്ങളും നിനക്ക് ചെയ്യാം. അങ്ങനെ ഉപദേശിക്കുന്ന ഒരുപാട് നല്ല കുടുംബാംഗങ്ങളും നമ്മുടെ കൂട്ടത്തിലുണ്ട്. അപ്പം എൻ്റെ ഈ വീഡിയോ കാണുന്ന എല്ലാവരും നിങ്ങളുടെ കുടുംബത്തിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയുന്നതോ നിങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ഏതെങ്കിലും ഒരു കുട്ടിക്കാണ് ഇങ്ങനൊരു മാനസികാവസ്ഥ നേരിട്ടു എന്ന് കേൾക്കുമ്പം അതിനൊരു ബോധവൽക്കരണമൊക്കെ കൊടുത്തിട്ട് ഒരു ആത്മഹത്യയിൽ നിന്നും രക്ഷിക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കണം. ഇനി വളർന്നു വരുന്ന ഓരോ പെൺകുട്ടികൾ, കുടുംബം എന്ന് വെച്ചാൽ വളരെ പ്രാധാന്യമുള്ളൊരു കാര്യമായിട്ട് തന്നെ ഞാൻ കാണുന്നുണ്ട് കേട്ടോ. എനിക്ക് വിവാഹവും വിവാഹ ജീവിതവും കുടുംബ ബന്ധങ്ങൾക്ക് ഒത്തിരി ഇഷ്ടമുള്ള ഒരാളാണ്. പലപ്പോഴും എല്ലാവരും ഇഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് കല്യാണം കഴിക്കുന്നതൊക്കെ, പക്ഷേ സാഹചര്യങ്ങൾ കൊണ്ടായിരിക്കാം ഡിവോഴ്സ് ആവുന്നതും. അതുപോലെ തന്നെ പുരുഷന്മാരോട് എനിക്ക് പറയുന്നത്, സ്ത്രീകളോട് തന്നെ, നിങ്ങൾക്ക് എന്തെങ്കിലും വൈകല്യങ്ങളുണ്ടെങ്കിൽ അല്ലെങ്കിൽ കുടുംബജീവിതമായി മുന്നോട്ട് പോകാൻ കഴിവില്ല എങ്കിൽ, നിങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും കല്യാണം കഴിക്കാൻ നിൽക്കരുത്. കാരണം ഒരുപാട് പ്രതീക്ഷയോട് കൂടിയിട്ടാണ് ഒരു പെണ്ണ് കുടുംബജീവിതത്തിലൂടെ കടന്നു വരുന്നത്. പെണ്ണായാലും ആണായാലും. ഇപ്പം നമ്മളിപ്പം കേൾക്കുന്നുണ്ട് ഗേ ആണ് ഉണ്ണികൃഷ്ണൻ എന്നല്ലേ, അതുപോലെ ഗേ ആയാലും ലെസ്ബിയൻസ് ആയാലും ഒക്കെ നിങ്ങൾക്ക് ഒരുമിച്ച് ജീവിക്കാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും കല്യാണത്തെപ്പറ്റി ചിന്തിക്കരുത്. നിങ്ങൾ ലെസ്ബിയൻ ആണെങ്കിൽ ഞാൻ അതിനെ പ്രോത്സാഹിപ്പിക്കുന്നതല്ല, പക്ഷെ അറിഞ്ഞുകൊണ്ട് വന്നിട്ട് ഒരു പെണ്ണിൻ്റെയോ ഒരു ആണിൻ്റെയോ ജീവിതം നശിപ്പിക്കാൻ അതൊരു കാരണമാകരുത്. ചിലപ്പം ചില ആൾക്കാർക്ക് കല്യാണം കഴിഞ്ഞിട്ടായിരിക്കും മനസ്സിലായിട്ടുണ്ടാവുക നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാൻ പറ്റില്ല, അല്ലെങ്കിൽ കുടുംബമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല, ശാരീരികമായോ മാനസികമായുള്ള പ്രശ്നങ്ങളാണെങ്കിൽ അത് അപ്പോഴും തന്നെ തുറന്നു പറഞ്ഞിട്ട് അതിന് വേണ്ട പരിഹാരം കാണും. ജീവിതകാലം മുഴുവനും നിങ്ങൾക്ക് ശമ്പളം കൊടുക്കാതെ നിർത്താവുന്ന ഒരു സെർവൻ്റായിട്ട് ഭാര്യമാരെ കാണൽ. ചില പുരുഷന്മാരങ്ങനെയുണ്ട്, ഞാൻ ജോലി കഴിഞ്ഞ് വരുമ്പോൾ എനിക്ക് ഭക്ഷണം എടുത്തു തരണം, എൻ്റെ പാത്രങ്ങൾ കഴുകിക്കണം, എൻ്റെ തുണി കഴുകണം, വീട് വൃത്തിയാക്കണം, എൻ്റെ മാതാപിതാക്കളെ നോക്കണം, എൻ്റെ കുട്ടികളെ നോക്കണം, ഇതൊക്കെ ചെയ്തിട്ട് നിനക്ക് ജോലിക്ക് പോകണമെങ്കിൽ നീ ജോലിക്ക് പോക്കോ, അങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാരുമുണ്ട്. ഇതൊന്നുമില്ലാതെ എല്ലാ രീതിയിലും നമ്മളെ ശാരീരികമായും മാനസികമായും സന്തോഷിപ്പിക്കുകയും സമാധാനിപ്പിക്കുകയും ആശ്വസിപ്പിക്കുകയും നമ്മൾക്കൊരു പ്രശ്നം വരുമ്പോൾ നമ്മളെ കൂടെ കട്ടയ്ക്ക് നിൽക്കുന്ന നല്ല ഭർത്താക്കന്മാരും ഭാര്യമാരും ഉണ്ട്. അപ്പം നമുക്ക് ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ പുതിയ തലമുറയ്ക്ക് കല്യാണമൊന്നും കഴിക്കണ്ടെന്നൊക്കെ തോന്നും. കല്യാണമൊക്കെ തിരക്കിട്ടും എടുപിടിയൊന്നും ആരും ചെയ്യേണ്ട കാര്യമൊന്നുമല്ല. ആലോചിച്ചും ചിന്തിച്ചും ബുദ്ധിപരമായിട്ട് മാത്രം ചെയ്യുക. പിന്നെ ഇതൊക്കെ കല്യാണം എന്ന് പറയുന്നത് ഒരുപാട് വലിയ നമ്മളെക്കാൾ പ്രായമുള്ള നമ്മളുടെ മാതാപിതാക്കളും പിന്നെ അമ്മാവന്മാരും ആൻറ്റിമാരും അങ്ങനെ ബന്ധുക്കളൊക്കെ കൂടി ഇരുന്നിട്ടാണ് കല്യാണം ആലോചിക്കണം. അപ്പോൾ അവർക്ക് ബുദ്ധിയോ വിവരവും ഇല്ലെന്നൊന്നും അനുഭവ പരിചയം ഇല്ലെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ എന്തുകൊണ്ടോ അങ്ങനെയാണല്ലേ, കൂടെ ജീവിക്കുന്നവർക്ക്, പണ്ടുള്ളവർ പറയില്ലേ കൂടെ കിടക്കുന്നവർക്ക് രാപ്പിനെ അറിയുള്ളൂ എന്ന്. അപ്പം പുറമേ കാണുമ്പം ചിലപ്പം നല്ല സന്തോഷമായിരിക്കും. ചില ഭർത്താക്കന്മാരുണ്ട് വീട്ടിൽ വന്ന ഭാര്യമാരോടൊന്നും സംസാരിക്കില്ല, അവരുടെ പ്രശ്നങ്ങൾ കേൾക്കില്ല, അവരുടെ കൂടെ ഒന്നും ഇരിക്കില്ല. പക്ഷെ പുറത്തിറങ്ങിയ ഭാര്യമാരോട് പെരുമാറുന്ന രീതി കണ്ടാൽ നമ്മൾ വിചാരിക്കും, ഓ ഇയാൾക്ക് ഇത്ര സ്നേഹമൊക്കെ ഉണ്ടോ ഭാര്യയോട്, ഇയാൾ എന്ത് കാര്യമായിട്ട് ഭാര്യനെ നോക്കുന്നേ. അപ്പോൾ അങ്ങനെ പറഞ്ഞ് നമ്മളുടെ വഴികൾ അടയ്ക്കുന്ന ആൾക്കാരുമുണ്ട്. അതായത് മറ്റുള്ളവരുടെ മുമ്പിൽ അവൾക്ക് എന്തിൻ്റെ കുഴപ്പമാണ്, അവനെന്ത് പൊന്നുപോലെയാണ് നോക്കുന്നത്, അങ്ങനെയൊക്കെ സംസാരിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കാൻ വളരെ ബുദ്ധിപൂർവ്വം നിന്ന് സൈലൻ്റായിട്ട് ഭാര്യമാരെ പീഡിപ്പിക്കുന്ന ആൾക്കാരും ഉണ്ട്. അപ്പം കുടുംബജീവിതം എന്ന് പറയുന്നത് ഒരു മനോഹരമായ കാര്യമാണ്. അതിനെ പരസ്പരം വിശ്വാസത്തോടും സ്നേഹത്തോടും സന്തോഷത്തോടും കൂടെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നവർ മാത്രം കല്യാണം കഴിക്കുക. അല്ലാത്തവർ ഒരു പെണ്ണിൻ്റെയോ ഒരു പുരുഷൻ്റെയോ ജീവിതം നശിപ്പിക്കാനായിട്ടോ അല്ലെങ്കിൽ കല്യാണം കഴിച്ച് മക്കളെ വഴിയാധാരമാക്കാൻ വേണ്ടിയിട്ടോ ഒന്നും വിഷമിച്ച് നിങ്ങൾ കല്യാണം കഴിക്കാതിരിക്കുക. ഇൻ കേസ് ഇനി കല്യാണം കഴിഞ്ഞതിന് ശേഷം നമുക്ക് പൊരുത്തപ്പെടാൻ പറ്റാത്ത രീതിയിലുള്ള അല്ലെങ്കിൽ നമ്മൾ നിലനിൽപ്പ് അപകടത്തിലാണെന്ന് നമ്മളുടെ മാനസികമായോ ശാരീരികമായിട്ടോ നമുക്ക് അതുമായി പൊരുത്തപ്പെടാൻ പറ്റുന്നേ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അവിടുന്ന് അത് ലീവ് ചെയ്തിട്ട് നിങ്ങളുടെ വഴി എന്താണെന്ന് ആലോചിക്കും. അപ്പോൾ എല്ലാ പെൺകുട്ടികളും നാളെ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒറ്റയ്ക്കാണെങ്കിലും നമുക്കത് മുന്നോട്ട് പോവാൻ നമുക്ക് പറ്റണം. അപ്പോൾ അങ്ങനെ പറ്റണമെങ്കിൽ നമുക്ക് നല്ലൊരു വിദ്യാഭ്യാസവും നല്ലൊരു സാമ്പത്തിക ഭദ്രതയൊക്കെ ഉണ്ടാവണം. അപ്പം നിങ്ങൾ അങ്ങനെയൊക്കെ റെഡി ആയതിനു ശേഷം മാത്രം കല്യാണം കഴിക്കുക. പക്ഷേ ഇനി കല്യാണം കഴിക്കാൻ പോകുന്ന എല്ലാവർക്കും നല്ലൊരു ജീവിതം തന്നെ ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. എന്നാൽ ഇതുപോലെ പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ അതിൽ നിന്നും രക്ഷപ്പെടാനുള്ളൊരു മാർഗവും നിങ്ങൾ കണ്ടെത്തണം. ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ എന്നെ അറിയിക്കാനും മറക്കരുത്. ബൈ. ഞാൻ രാജീവ് ജോൺസൺ.